പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേ വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്നതും കാപ്പി ഉണ്ടാക്കുന്നതും വൈകുന്നേരത്തെ സ്നാക്കും രാത്രിയിലത്തെ ഫുഡും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ അരി അടുപ്പിടാമെന്ന് വിചാരിച്ച് അടുപ്പൊക്കെ കത്തിച്ചേ. നമ്മൾ വിളക്ക് തിരി ബാക്കി വരത്തില്ല, അത് വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. നമ്മളിവിടെ ചോറ് വെക്കുന്നതൊക്കെ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പം ദോശയും സാമ്പാറാണ്. അപ്പം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും എടുക്കത്തക്ക രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് പരിപ്പും അമരിക്കയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. അങ്ങനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്കും അരി അടുപ്പിയിടുവാണ്. നമ്മളിവിടെ ഒന്നുകിൽ മട്ടയരി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ഈ 5 സ്റ്റാറിൻ്റെ ജയ ഉണ്ടല്ലോ അതായിരിക്കേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പൊന്നിയരിയോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം എടുക്കും. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇതേ കുക്കറിൽ ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടക്കായമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ഈ ഒരു സൈസ് കായമാണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്. മറ്റേതാണെങ്കിൽ ഉടച്ച് പൊട്ടിക്കാനൊക്കെ പാടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പാകത്തിന് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. അങ്ങനത്തെ മുറ്റത്ത് ഇവിടെ കാര്യമായിട്ട് പണി നടക്കുവാണ്. ഈ ഒരു ചട്ടി പൊട്ടിപ്പോയേ. ഇവിടെ മോനും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് 1-2 മഴയൊക്കെ കിട്ടിയപ്പം ചെടിച്ചട്ടിയിൽ കുറേ ചെടികൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നടാനുള്ളൊരു പരിപാടിയാണ്. ഇതിനെല്ലാം കൂട്ടായിട്ട് ദേ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്യുന്നെന്ന് നോക്കാനായിട്ട്. ആരെന്ത് ചെയ്യുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. വിശാലമായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ വെയിൽ കൊണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടിരിക്കുന്നത്. ഇന്നിപ്പം രാവിലെ തൊട്ടേ നല്ല വെയിലാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് മഴ കാണുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെ 2-3 ദിവസമായിട്ട് അങ്ങനെ പെയ്യുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ ഞാൻ ദേ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ പരിപ്പും കൂടി അതിലേക്കങ്ങ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അമരയ്ക്ക ഇതേപോലെ പരിപ്പിലിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ആ പരിപ്പ് വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 സൈസ് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതാ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യമേ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറുകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് തിക്കാവത്തില്ലേ. അപ്പോൾ ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തേ. ഞാനിപ്പം ചോറിനും കൂടി എടുക്കണമെങ്കിൽ ഒരുപാട് മല്ലിയില ചേർക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണെങ്കിൽ കുറേ കൂടി മല്ലിയില ചേർക്കും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് എല്ലാവരും കാപ്പി കുടിച്ചപ്പം 11 മണിയായി. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇന്നിപ്പം ചൂരയാണ് കേട്ടോ കിട്ടിയത്. അപ്പം മുളകിട്ട് വെക്കാനായിട്ട് ചട്ടിയിലേക്ക് കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് തന്നെ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുവാണ്. അങ്ങനെ ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ പിരിയൻ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് ആ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ 2-3 ചുള കുടംപുളിയും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ ചൂരയൊക്കെ മുളകിട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മളതിൽ ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 കഷ്ണം മുരിങ്ങയ്ക്കയും ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനത്തെ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് തന്നെ വേവണം. ആദ്യമൊക്കെ ഒരു കാൽഭാഗമെങ്കിലും നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയത്തിലും സിമ്മിലും ആക്കി എടുക്കാം. അങ്ങനെ ഞാനത് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് മുരിങ്ങയ്ക്ക തോരൻ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും സവോളയും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുവാണേ. സാധാരണ മീൻ കറിയൊക്കെ അടുപ്പിലാണ് വെക്കുന്നത്. ഇന്നിപ്പം ഞാൻ ഇനിയിപ്പം ഗ്യാസിലങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അരപ്പ് വേവാനായിട്ട് ഈ മുരിങ്ങയ്ക്കയിൽ ഇട്ട് കൊടുക്കാം.
പിന്നെ നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെള്ളം തോർത്തി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കിടിലൻ മുരിങ്ങയ്ക്ക തോരനും റെഡിയായി. മീൻ കറിയും ഏകദേശം റെഡിയായി. പിന്നെ ഒരു 3-4 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറുക്കാനായിട്ട്. വറുക്കണ്ടെന്ന് വിചാരിച്ചതാ, എങ്കിലും അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുളക് കറി വയ്ക്കുമ്പോഴത്തേക്കും. അങ്ങനെ മുരിങ്ങയ്ക്ക തോരനും നെല്ലിക്ക അച്ചാറും മീൻ വറുത്തതൊക്കെ ആയിട്ട് ഊണ് കഴിച്ചേ. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ സ്നാക്സാണ്. അങ്ങനെ സ്നാക്സ് നിർബന്ധമൊന്നുമല്ല, എന്തെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിൽ എടുക്കുമേ. ഇതിപ്പോൾ കുറേ പാളയംകുടം പഴം ഇവിടെ പഴുത്തിരിക്കുകയാണ് കേട്ടോ. ഇതിനി കളയാനേ കൊള്ളത്തുള്ളൂ നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഒരു പുതിയ ഐറ്റം മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പഴവും അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ ശർക്കര പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് അവലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു പിടി അവൽ മതിയേ, അത് നമ്മൾ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് യോജിപ്പിച്ചെടുക്കണേ. ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് മാവാണ്. അത് നമുക്ക് ഇത്ര വേണമെന്നൊരു കണക്കൊന്നുമില്ല. നമുക്കത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കട്ടിയായിട്ട് തോന്നുന്നതിൻ്റെ അത്രയും ചേർത്ത് കൊടുക്കാമേ. നമുക്കൊന്ന് ഉരുട്ടി നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കത്തക്ക രീതിയിലാവുന്നിടത്തോളം നമുക്കിപ്പം ഗോതമ്പ് മാവ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ ഏലക്ക ഇടാൻ മറന്നുപോയി. അപ്പം ഞാനിപ്പോൾ തന്നെ ഒരു 2-3 ഏലക്ക ഒന്ന് പിച്ചി കീറിയിട്ടങ്ങ് ഇട്ട് കൊടുത്ത്. നിങ്ങളത് കുറച്ചും കൂടി മുന്നേ ചേർത്ത് കൊടുക്കണം, മിക്സ് ചെയ്യുന്നതിന് മുന്നേ. ഇനി നമുക്കിത് കയ്യിലെടുത്ത് വെച്ചിട്ട് ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് കേട്ടോ ഞാനിതൊന്ന് ഉണ്ടാക്കുന്നത്. കൈ ഒന്ന് നനച്ചിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഞാൻ എണ്ണയൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിൽ വറക്കരുത്, പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് ഉൾഭാഗം വേഗത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മീഡിയത്തിൽ വെച്ച് തന്നെ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇച്ചിരി സമയം എടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ പഴമൊക്കെ ബാക്കി വരുന്നെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന ലാസ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടോ. രാവിലത്തെ സാമ്പാറും ചമ്മന്തിയൊക്കെ ബാക്കി വന്നപ്പോഴത്തേക്കും ദോശമാവ് ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ കുറച്ച് ഒണിയൻ ഊത്തപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ട് സവോള കൊത്തിയരിഞ്ഞതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ദോശമാവ് പരത്തിയതിന് ശേഷം അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിക്കരുത്, നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വശം നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.